ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് ഷോറൂം ആയിട്ടുള്ള യൂട്രസ് യൂസ്ഡ് ഷോറൂമാണ്. ഈ ഷോറൂമിൽ നമ്മുടെ ടൊയോട്ടയുടെ വാഹനങ്ങൾക്കെല്ലാം തന്നെ 2 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ടൊയോട്ടയുടെ വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും അവൈലബിൾ ആണ്. ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുഴക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ശോഭ സിറ്റിയുടെ ഒക്കെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത്. പുതിയ ടൊയോട്ടയുടെ ഷോറൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഷോറൂം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങളും അതർ ബ്രാൻഡ് വാഹനങ്ങളും വളരെ വിശ്വാസത്തോടു കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക, അല്ലാത്തവർക്ക് കോൺടാക്ട് ഉള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ എത്തിക്കുന്നത്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസ്ഡ് വെഹിക്കിൾസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ഡീറ്റെയിൽസ്, ഇത് 2016 മോഡലാണ്. ക്രെറ്റ 1.6 E+ എന്ന് പറയുന്ന മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. പെട്രോളോ ഡീസലോ? ഇത് പെട്രോൾ വണ്ടിയാണ്. 1,88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഈ E+ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതെ. ബാക്കിൽ സെൻസർ വരുന്നുണ്ട്. ഓക്കെ. ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർ ബാഗ് ABS വരുന്നുണ്ട്. എയർ ബാഗ് ABS, സെൻട്രൽ ലോക്ക്, ക്യാമറയും കാര്യങ്ങളും ഡിസ്പ്ലേ ഉണ്ട്. സെൻസർ ഉണ്ട് ബാക്കില്. സെൻസറും കാര്യങ്ങളൊക്കെ. പിന്നെ 4 ടയർ നല്ല പുതിയ ടയറാണ്. പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിനെ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 5,50,000 രൂപയാണ്. 5,50,000 ചോദിക്കണതല്ലേ? ലോൺ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് 2016 മോഡലാണ്. അപ്പൊ നമുക്ക് 5 വർഷമൊക്കെ ലോൺ ചെയ്യാൻ പറ്റൂലേ? നമുക്ക് എങ്ങനെ പോലെ ഒരു 4,70 ആ റേഞ്ചിലൊക്കെ നമുക്ക് 4.5 വരെ ഷുവർ ആണ്. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നോക്കാം അതിന് കൂടുതൽ കിട്ടുമോ എന്നുള്ളത്. ഓക്കെ. അടുത്തായിട്ട് നല്ലൊരു ക്വാളിറ്റി i20 ഇവിടെ കിടപ്പുണ്ട്. i20 പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമുക്ക് 2018 മോഡലാണ്. ആസ്റ്റ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്റ്റ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? നമുക്ക് 84,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 84,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെ, പക്കയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ചോദിച്ചെന്നുള്ളൂ. ഈ ആസ്റ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തൊക്കെയാണ്? ഇതിൽ നമുക്ക് വരുന്നത് അലോയ്സ് വരുന്നുണ്ട്. അലോയ് വീലും കാര്യങ്ങളും വരുന്നുണ്ട്. ന്യൂ ടയറാണ്. പുതിയ ടയറുകളാണ്. ടയേഴ്സ്. പിന്നെ നമുക്ക് ഇതിൽ റിവേഴ്സ് ക്യാമറ, സെൻസർ, 4 ഡോർ പവർ വിൻഡോ വരും. സെറ്റ് ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. അതായത് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതില് ക്വാളിറ്റി സീറ്റ് കവറുകളാണ് അടിച്ചിരിക്കുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്നത് 5,75,000 രൂപയാണ് ചോദിക്കുന്നത്. 5,70,000 നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ഇത് നമുക്ക് 5 ലക്ഷം ഒക്കെ ഈസി ആയിട്ട് കയറും. ഈസി ആയിട്ട് 5 ലക്ഷം കയറുന്ന പറയുന്നത്. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ അതിൽ കൂടും. അപ്പോൾ i20 വാഹനമൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പറ്റിയൊരു വാഹനം നമ്മുടെ യൂട്രസ് ഷോറൂമിൽ കിടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാഹനമാണ് മാരുതിയുടെ വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? നമുക്ക് 2015 മോഡലാണ്. 1,19,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. വാഗനർ LXi എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് ബേസ് മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ. പെട്രോൾ എഞ്ചിൻ. 1,19,000 കിലോമീറ്റർ ഓടിയിരിക്കും. 1,19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അധികവും വാഹനങ്ങൾ എക്സ്ചേഞ്ചിന് വരുന്ന വാഹനങ്ങളാണല്ലേ? അതായത് പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവര് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. ഇതില് LXiൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്രണ്ടിലെ 2 ഡോറില് പവർ വിൻഡോ ഉണ്ടായിരിക്കും. പിന്നെ ക്വാളിറ്റി സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ ടയറുകളൊക്കെ പുതിയതാണ്. പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ള കാര്യങ്ങൾ. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ. എല്ലാം പക്കയായിരിക്കും. എല്ലാം പക്കയാണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് വരുന്ന 3,25,000 രൂപയാണ് ചോദിക്കുന്നത്. 3,25,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ഇത് നമുക്ക് 2.5 വരെ നമുക്ക് ലോണ് കയറും. ഇനി നമുക്ക് ആ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് കൂടാം. വരുന്ന ആളിനെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ഇതിൽ കൂട്ടാം. ഏകദേശം 2.5 ലക്ഷം എന്തായാലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 70 രൂപ 75 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലൊരു ഓട്ടോമാറ്റിക് വാഹനം നിർബന്ധമായിട്ട് വേണം. കാരണം എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് നമുക്ക് 2017 മോഡലാണ്. 2017 മോഡൽ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZXi ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ZXi ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാരുതിയുടെ സെലീറിയോ.
ഇത് പെട്രോൾ ഡീസലാ? പെട്രോള് ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്കലി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? നമുക്ക് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 77,000 കിലോമീറ്റർ ആണ്. 77,000 കിലോമീറ്റർ ഓടിക്കുന്നത് ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ZXi ഫുൾ ഓപ്ഷനിൽ നിലവിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിലിപ്പോ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി സീറ്റ് കവർ ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ ആണ്. അതുപോലെ തന്നെ ബാക്ക് സെൻസർ ഉണ്ടായിരിക്കും. ബാക്ക് വൈപ്പർ ഉണ്ട്. ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ആണ്. ഇതിലെ ടയറുകളൊക്കെ പുതിയതാണ്. പുതിയ ടയേഴ്സ് ആണ് ഉള്ളത്. മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളുണ്ട്. അതായത് ZXi എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. അതെ, ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ടില്ല. എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടുള്ള വെച്ചുള്ള വാഹനമാണ്. പേപ്പർ ഭാഗം കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ. ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഇത് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഇതിന് എത്ര ചോദിക്കും? നമുക്ക് 4,25,000 നമ്മളിവിടെ ചോദിക്കുന്നത്. ഇവിടുന്ന് ചോദിക്കുന്ന പ്രൈസ് 4,25,000. ഒരു 3,75,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റും. 50,000 ഡൗൺ പേയ്മെന്റിൽ തീർച്ചയായിട്ടും ചെയ്യാം അല്ലേ? ഓക്കെ. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങളിൽ ഒന്നാണ് മാരുതിയുടെ സ്വിഫ്റ്റ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2018 മോഡലാണ്. 2018. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഏതാ വേരിയന്റ്? ഇത് LXi എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. LXi വേരിയന്റ് ബേസ് മോഡൽ വണ്ടിയാണ്. വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ എഞ്ചിൻ. എത്ര കിലോമീറ്റർ ഓടി? 57,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ തിരികെ മറിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അതിപ്പോ ഈ വണ്ടി എന്നല്ല, ഇവിടെ കിടക്കുന്ന ഏത് വണ്ടിക്കും അങ്ങനത്തെ ഒരു കമ്പനിക്ക് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. LXi എന്തൊക്കെയാണ്? ഫ്രണ്ടിലെ 2 ഡോറിൽ പവർ വിൻഡോ ഉണ്ടാവും. പിന്നെ ABS ഉണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട് അല്ലേ? പിന്നെ സീറ്റ് കവർ ഇപ്പൊ ക്വാളിറ്റി സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇന്റീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെ? ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുന്നത് നമുക്ക് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം. ഒരു 4,50,000 നമുക്ക് ലോൺ ചെയ്തു. തീർച്ചയായിട്ടും ലോൺ ചെയ്യാൻ പറ്റില്ല. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. LXi ബേസ് മോഡലാണ്. എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പുതിയ ടയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇനി ഒന്നും നമുക്ക് ചെയ്യേണ്ടെന്ന് വരില്ല. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വാഹനം തന്നെയാണ്. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ BRV. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2017 മോഡലാണ്. 17 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. വേരിയന്റ് ഇത് SMT എന്ന് പറഞ്ഞ മോഡലാണ്. S വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ. എത്ര കിലോമീറ്റർ? നമുക്ക് 72,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ S വരുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് വരുന്നത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ആണ്. എയർ ബാഗ് ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. സെൻസർ കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. ബാക്കിലെ വൈപ്പർ വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ എങ്ങനെയാണ്? ടയർ ഭാഗം ഉണ്ട്. പുതിയ ടയറുകളാണ്. പുതിയ ടയേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ഭാഗം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഇത് നമുക്ക് ചോദിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷമാണ് ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 5 ലക്ഷം ഒക്കെ ഈസി ആയിട്ട് ലോൺ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ 6 ലക്ഷത്തിനൊക്കെ ഇതുപോലൊരു നല്ല വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അടുത്തായിട്ട് മാരുതിയുടെ വാഗനർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2011 മോഡല് വാഗനർ LXi എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ബേസ് മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. പെട്രോൾ എഞ്ചിൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടോമൊബൈൽ 88,000 കിലോമീറ്റർ ആണ്. 88,000 ഓട്ടോ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും അധികം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് വരുമ്പോൾ ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2,50,000. ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. സെൻട്രൽ ലോക്ക് അല്ലേ? 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് മോഡൽ വണ്ടിയാണ്. എന്നിരുന്നാലും വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന വില 2 ലക്ഷം രൂപ. 50,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് മാരുതിയിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ബലേന. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് നമുക്ക് 2018 മോഡലാണ് വരുന്നത്. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 89,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 89 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസുള്ള സിംഗിൾ ഓണർ വണ്ടി. ഈ ഡെൽറ്റയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് വരുന്നത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. ABS ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലിപ്പോ ക്വാളിറ്റി സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കില് വൈപ്പർ ഉണ്ട്. സെൻസർ വരുന്നുണ്ട്. ഇതിൽ ടയർ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ടയേഴ്സ് ആണ് ഉള്ളത്. എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളും ഉണ്ട്.
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 5,50,000 ചോദിക്കുന്ന പ്രൈസിൽ ഒരു 5 ലക്ഷം നമുക്ക് ലോൺ ചെയ്തോടെ? 5 ലക്ഷം ഒക്കെ നമുക്ക് ഈ സെറ്റ് ചെയ്യാം. 2018 മോഡലാണ്. 18 ആണല്ലോ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബലേനെ നമുക്ക് സ്വന്തമാക്കാം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ തട്ടമുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വാഹനമാണ്. അടുത്തായിട്ട് ചെറിയൊരു വിലയ്ക്ക് ഒരു വലിയ വാഹനമൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം മഹേന്ദ്രയുടെ TUV 300. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? T8 എന്ന് പറയുന്ന ഒരു മോഡലാണ്. T8 അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. നമുക്ക് 60,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടിയാണ്. ഇത് എത്രയാണ് മോഡൽ പറഞ്ഞത്? ഇത് 2018 മോഡൽ. 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ എഞ്ചിന്, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലേ. ഇത് T8 എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ വരുമ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോ ആണ്. അതെ. ഇതിലിപ്പോ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇതില് സെൻസർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, സെറ്റ് ഉണ്ട്, ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ട്, ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതില് അലോയ്സ് വരുന്നുണ്ട്, ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് ആണല്ലേ? പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയറുകളാണ്. പുതിയതാണ്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ എമൗണ്ടിന് ഒരു വലിയ വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് അങ്ങനെ ഒരു ടൈപ്പ് വാഹനമാണ്. ഇതിന് ലോണും കാര്യങ്ങളൊക്കെ എത്ര മാക്സിമം ചെയ്യാൻ പറ്റും? നമുക്കിത് 5 വർഷം ചെയ്യാൻ പറ്റും. 5 വർഷം ചെയ്യാൻ പറ്റും. ഒരു 6 ലക്ഷത്തിന്റെ മേലെ 6 ലക്ഷം ഷുവറായിട്ട് ചെയ്യാൻ പറ്റും. അതിന് മേലേക്ക് വരുന്ന നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതിന് മേലേക്ക് നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ.